ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിസ്മി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ, അഥവാ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. ലോക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം. അന്നത്തെ രാജ്യങ്ങൾ, രാജ്യഭരണങ്ങൾ, അവരുടെ ഉദയവും പതനവും എല്ലാം നമ്മുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം വളരെ പ്രാധാന്യമേറിയതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മധ്യകാലഘട്ടത്തെ പറ്റിയാണ്. അതിനർത്ഥം എന്താണ്? ഇതിന് മുന്നേ ഒരു കാലമുണ്ട്, അതുപോലെ തന്നെ ഇതിന് ശേഷവും ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോക ചരിത്രത്തെ നമ്മൾ എത്ര തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എത്ര തരത്തിലാണ് ഇതിനെ ലോക ചരിത്രത്തെ നമ്മൾ വിഭജനം ചെയ്തത്? അതുപോലെ തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലോക ചരിത്രത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. പീരിയഡൈസേഷൻ ഇൻ ഹിസ്റ്ററി, അഥവാ ചരിത്രത്തിലെ കാലവിഭജനം. It was the Roman Empire which was taken as the base for the division of the world history into different periods. എന്താണ്? ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കിയിട്ടുള്ളത്. സോ റോമൻ എംപയറിൻ്റെ ബേസിസിലാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയെ നമ്മൾ ഡിഫറെൻറ്റ് പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, അല്ലേ? ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ് ആൻഡ് മോഡേൺ പീരീഡ്. അതായത് പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം. പുരാതന കാലഘട്ടം അഥവാ ഏൻഷ്യൻ പീരീഡിനെ പറ്റി നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ തന്നെയാണ് മധ്യകാലഘട്ടത്തെ പറ്റി നമ്മൾ അതായത് 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഏൻഷ്യൻ കാലഘട്ടത്തെ നമ്മൾ വിശദമായി പഠിച്ചതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന്, അല്ലേ? The ancient period commences from the origin of human beings and ends with the downfall of the Western Roman Empire in 476 CE. എന്താണ്? മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ച വരെ നീണ്ടു നിൽക്കുന്നതാണ് പുരാതന കാലഘട്ടം അഥവാ ഏൻഷ്യൻ്റ് എറ. പശ്ചിമ റോമ സാമ്രാജ്യം എന്ന് വെച്ചാൽ വെസ്റ്റേൺ റോമൻ എംപയർ. അങ്ങനെയാണെങ്കിൽ മധ്യകാലഘട്ടം എത്ര നാൾ നീണ്ടു നിൽക്കുന്നു? The period up to the downfall of Eastern Roman Empire in 1453 CE is considered as a medieval period. നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ, അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ച വരെ നീണ്ടു നിൽക്കുന്ന ആ കാലയളവിനെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ മോഡേൺ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ച മുതൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം, അതിനെയാണ് നമ്മൾ മോഡേൺ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി നമ്മൾ 3 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ് ആൻഡ് ദ മോഡേൺ പീരീഡ്. ഇതിൻ്റെ എല്ലാം ബേസിസ് എന്ന് പറയുന്നത് റോമൻ എംപയറാണ്, റോമ സാമ്രാജ്യമാണ്. സോ നമ്മൾ മിഡീവൽ പീരീഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് മിഡീവൽ പീരീഡിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് ആ പീരീഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ദ പീരീഡ് ബിറ്റ്വീൻ ദ 5th ആൻഡ് ദ 15th century is known as the medieval period. അല്ലേ? 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ് നമ്മുടെ മധ്യകാലഘട്ടം. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ച മുതൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ച വരെ ആ ഒരു കാലഘട്ടം. സോ 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു കാലയളവ്. ബട്ട് ദ ടേം medieval period does not refer to the same period all over the world. എന്താണ് ഇവിടെ പറയുന്നത്? മിഡീവൽ പീരീഡ്, നമ്മുടെ മധ്യകാലഘട്ടം എല്ലാ സ്ഥലത്തും എന്താണ്? ഒരുപോലെ ആയിരുന്നില്ല. എല്ലാ ഭാഗങ്ങളിലും മധ്യകാലഘട്ടം ഒരേ കാലയളവിലായിരുന്നില്ല. Okay, even though the political structure of the medieval world was similar, there were differences in the form of authority, and they were different in Europe, Asia, Africa and America during the medieval period. എന്താണ് പറയുന്നത്? മധ്യകാലഘട്ടം ഒരേ കാലയളവിലായിരുന്നില്ല എല്ലാ ഭാഗങ്ങളിലും. അതുപോലെ തന്നെ രാഷ്ട്രീയ ഘടന സമാനമായിരുന്നു എല്ലായിടത്തും. അധികാര രൂപങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സംസ്കാരങ്ങൾക്ക് വളർച്ചയും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഓരോ രാജ്യത്തും ഓരോ രീതിയിലായിരുന്നു ഈ മധ്യകാലഘട്ടത്തിൻ്റെ വളർച്ച. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ രാജാക്കന്മാരെയും ആ ഒരു കാലയളവിൽ സംഭവിച്ച കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെ വിവിധ അധികാര രൂപങ്ങളാണ് മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. സോ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി തന്നെ നമ്മൾ നടത്തണം.
അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ രാജ്യങ്ങളിലും അന്ന് നിലനിന്നിരുന്ന രാജ്യങ്ങൾ, രാജ്യഭരണങ്ങൾ ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റോമൻ എംപയറിനെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ വേൾഡ് ഹിസ്റ്ററിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? റോമ സാമ്രാജ്യമാണ് അല്ലേ? സോ നമുക്ക് ആദ്യം തന്നെ റോമൻ എംപയറിനെ പറ്റി ഒന്ന് പരിശോധിക്കാം. എന്താണ് റോമൻ എംപയർ എന്ന്? The Roman Empire was the largest ancient empire. എന്താണ്? റോമ സാമ്രാജ്യമായിരുന്നു ഏറ്റവും പുരാതന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. ഏറ്റവും വിസ്തൃതി ഏറിയ ഒരു രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. For administrative convenience, the Roman Emperor Diocletian divided the empire into two in the 4th century CE. എന്താണ്? പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്നു നമ്മുടെ റോമ സാമ്രാജ്യം. സോ വിസ്തൃതി കാരണം ഭരണപരമായ അസൗകര്യങ്ങൾ അന്ന് സൃഷ്ടിച്ചിരുന്നു, അന്ന് നേരിടേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ രാജാവ്, റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരാണ് ഡയോക്ലീഷ്യൻ. അദ്ദേഹം നമ്മുടെ റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. അപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ റോമൻ ചക്രവർത്തിയായിരുന്നു ഡയോക്ലീഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭരണപരമായ അസൗകര്യം മൂലം, അത് കാരണം എന്താണ്? നമ്മുടെ റോമ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയുടെ വലുപ്പം കാരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. Thus there emerged two Roman empire. അങ്ങനെ രണ്ട് റോമൻ എംപയറാണ് അങ്ങനെ വിഭജനത്തിലൂടെ ഉണ്ടായത്. The Western Roman Empire with the capital at the Rome and the Eastern Roman Empire with its capital at Constantinople, earlier known as Byzantium. സോ എന്താണ്? നമ്മുടെ റോമൻ ചക്രവർത്തി ഡയോക്ലീഷ്യൻ റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും. പശ്ചിമ റോമ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവും. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമാണ്. അതുപോലെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ആദ്യത്തെ പേര് ബൈസാന്റിയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? ബൈസാന്റിയൻ എംപയർ എന്നാണ്. ഓക്കെ, സോ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പതനം വരെയാണ്, അഥവാ ബൈസാന്റിയൻ എംപയറിൻ്റെ പതനം വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദി മോസ്റ്റ് സ്ട്രാറ്റജിക് പ്ലേസ് in the Gulf of Bosphorus between the Mediterranean Sea and the Black Sea. മധ്യധാരണ്യഴിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്തത്. ഇനി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് വരാൻ കാരണം, the city was named after the Roman Emperor Constantine. കോൺസ്റ്റാന്റിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെട്ടത്. എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, it remained as a capital city even during the reign of Ottoman Turks. ഒട്ടോമാൻ ടർക്സിൻ്റെ ആക്രമണത്തിന് ശേഷവും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണ്? ക്യാപിറ്റലായി തന്നെ ഇരുന്നു, സിറ്റി ക്യാപിറ്റൽ. ഓക്കെ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കലയുടെയും വാസ്തുവിദ്യയുടെയും ഒരു കേന്ദ്രമായിരുന്നു എന്ത്? കോൺസ്റ്റാന്റിനോപ്പിൾ. അറ്റ് പ്രസൻറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ is named by ഇസ്താംബുൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് കാണുന്ന ഇസ്താംബുളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ബൈസാന്റിയം. സോ ഈസ്റ്റേൺ എംപയറിൻ്റെ പേരെന്ന് പറയുന്നത് ബൈസാന്റിയം എംപയർ എന്നാണ്. സോ ഇന്നത്തെ ഇസ്താംബുളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിൻ എന്ന രാജാവിൻ്റെ സ്മരണാർത്ഥമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് ഈ സ്ഥലത്ത് വന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ റോമ സാമ്രാജ്യം വിസ്തീർണത്തിൽ വളരെ വലുതായതുകൊണ്ട് അന്നത്തെ റോമൻ ചക്രവർത്തി ഡയോക്ലീഷ്യൻ നമ്മുടെ റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു. ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും. വെസ്റ്റേൺ റോമൻ എംപയർ അഥവാ പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് റോമാണ്. ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് ബൈസാന്റിയം ഓർ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്താംബുൾ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ പറ്റി അറിയേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ റോമ സാമ്രാജ്യത്തെ പറഞ്ഞല്ലോ രണ്ടായി വിഭജിച്ചു. അപ്പോൾ രണ്ട് രാജ്യങ്ങളെയും പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, എന്താണതെന്ന് നോക്കാം.
ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിനെ പറ്റിയാണ്. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. വളരെ വലുതാണ് അല്ലേ? ഓക്കെ, സോ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ അന്നത്തെ രാജാവ് ആരായിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്നൊക്കെ നോക്കാം. ജസ്റ്റീനിയൻ, ദ ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപയർ ഓഫ് ദാറ്റ് ടൈം. ജസ്റ്റീനിയൻ ആയിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും പ്രശസ്തനായ എംപറർ. The greatest contribution of Justinian is the codification of all Roman laws into a code of law, Corpus Juris Civilis. എന്താണ്? റോമിലെ അന്ന് നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കിയത് ജസ്റ്റീനിയനാണ്. അതിൻ്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. സോ ഈസ്റ്റേൺ റോമൻ എംപയറിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ജസ്റ്റീനിയൻസ് കോഡ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. നീതി, യുക്തി, ഔദാര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് ജസ്റ്റീനിയൻ ഉണ്ടാക്കിയത്. ഈവൻ മെനി നേഷൻസ് അഡോപ്റ്റഡ് ഇറ്റ് ഫോർ ഫ്രെയിമിംഗ് ദെയർ ലോസ്. എന്താണ്? പല രാജ്യങ്ങളും നിയമമുണ്ടാക്കാൻ ഇതാണ് ഉപയോഗിച്ചത്. ഈവൻ ജസ്റ്റീനിയൻസ് കോഡ് ഓൾസോ സെർവ്ഡ് ആസ് ദ ബേസ് ഫോർ ദ കോഡ് ഓഫ് ലോ ഓഫ് ദ ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. എന്താണ്? നെപ്പോളിയൻ ആരാണ് നമുക്കറിയാം അല്ലേ? ഫ്രഞ്ച് ഭരണാധികാരിയായ നെപ്പോളിയൻ്റെ നിയമസംഹിതയ്ക്ക് അടിത്തറയായത് എന്താണ്? ജസ്റ്റീനിയൻ്റെ ഈ നിയമങ്ങളാണ്. സോ കോർപ്പസ് ജൂറിസ് സിവിൽസ് അത് ആരുടെ സംഭാവനയാണ്? ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ വളരെ പ്രശസ്തനായ ഒരു എംപററാണ്. സോ അദ്ദേഹം അന്ന് നിലനിന്നിരുന്ന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളെയും ക്രോഡീകരിച്ചു. എന്നിട്ട് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നൊരു നിയമസംഹിത ഉണ്ടാക്കി. സോ കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കോർപ്പസ് ജൂറിസ് സിവിൽസിനെ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്: ദ കോഡ്, ദ ഡൈജസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ എന്താണ് കോഡ്? ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന ഗ്രന്ഥമാണ് കോഡ്. സോ ഡൈജസ്റ്റ് എന്താണ്? ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ ജൂറിസ് റിഗാർഡിംഗ് ദ ലോസ്. നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഡൈജസ്റ്റ്. കോഡ് എന്ന് പറഞ്ഞാൽ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? ദ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ദ ലോ. നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം. സോ ഇതാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്താണ്? ഒരു നിയമസംഹിതയാണ്. നമ്മുടെ ജസ്റ്റീനിയൻ അന്ന് നിലനിന്നിരുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിൽ നിലനിന്നിരുന്ന വളരെ പ്രശസ്തനായ ഒരു രാജാവായ ജസ്റ്റീനിയൻ്റെ സംഭാവനയാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഈവൻ നെപ്പോളിയൻ്റെ നിയമസംഹിതയ്ക്ക് വരെ എന്താണ് ഇത് ആധാരമായിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സോ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ച വരെയാണല്ലോ മിഡീവൽ പീരീഡ്. സോ എങ്ങനെയാണ് നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈസ്റ്റേൺ റോമൻ എംപയർ ബിഗാൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ജസ്റ്റീനിയൻ്റെ കാലത്തിന് ശേഷമാണ് നമ്മുടെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനം തുടങ്ങുന്നത്. ഇറ്റ് കൊലാപ്സ്ഡ് വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് ഇൻ ദ 15th century. സോ 15ാം നൂറ്റാണ്ടിൽ ടർക്കിഷ് ആക്രമണത്തിലൂടെ നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ കൊലാപ്സ് ചെയ്യാണ്. സോ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ. സോ അത് നമ്മുടെ ടർക്കിഷുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതോടെ നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ ശിഥിലീകരിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു അവസാനത്തോടെയാണ് നമ്മുടെ മിഡീവൽ ഇറ അവസാനിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ. സോ നമ്മുടെ റോമാ സാമ്രാജ്യത്തെ ഡയോക്ലീഷ്യസ് എത്രയായിട്ടാണ് തിരിച്ചത്? 2 രാജ്യങ്ങളായിട്ടാണ് തിരിച്ചത് അല്ലേ? ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും. സോ ഈസ്റ്റേൺ റോമൻ എംപയറിനെ പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹോളി എംപയർ അഥവാ വെസ്റ്റേൺ റോമൻ എംപയറിനെ പറ്റിയാണ്. സോ വെസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെയാണ് ഒരു ഹോളി എംപയർ അഥവാ ഒരു വിശുദ്ധ റോമാ സാമ്രാജ്യമായതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഹോളി റോമൻ എംപയറിൻ്റെ ഒരു മാപ്പാണ്.
ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്രാങ്കിഷ് എംപയർ, ബൾഗേറിയൻ എംപയർ, എമറൈറ്റ്സ് ഓഫ് കോർഡോബ, അങ്ങനെ പറഞ്ഞ പല രാജ്യങ്ങളുണ്ട് അല്ലേ. ബൈസാൻറ്റിയൻ എംപയർ വരെ നമുക്ക് ഈ മാപ്പിൽ നമുക്ക് കാണാം. സോ ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, The Western Roman Empire, with its capital at Rome, came to an end due to the continuous invasion of Germanic tribes. എന്താണ് വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? റോം ആയിരുന്നു അല്ലേ. ജർമ്മൻകാരായ ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ നമ്മുടെ ഈ പശ്ചിമ റോമ സാമ്രാജ്യം തകർന്നു. സോ ദ ടെറിട്ടറി ഓഫ് റോമൻ എംപയർ വാസ് ക്യാപ്ചേർഡ് ബൈ ഡിഫറെൻറ്റ് നൊമാഡിക് ട്രൈബ്സ്. സോ എന്താണ് നമ്മുടെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പല ടെറിട്ടറികളും പല നാടോടികളും കൈയടക്കാൻ തുടങ്ങി, ആക്രമണത്തിലൂടെ കൈയടക്കി. ദ മോസ്റ്റ് പ്രോമിനൻറ്റ് എമംഗ് ദം വാസ് എ ഫ്രാങ്ക്സ്. ഇവരിൽ ഏറ്റവും പ്രസിദ്ധരായ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രാങ്കുകളാണ്. സോ ഫ്രാങ്കുകൾ ഒരു ഫ്രാങ്കിഷ് എംപയർ തന്നെ അവിടെ സൃഷ്ടിച്ചു. ഓക്കെ, ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രാങ്ക് വാസ് എ ഫ്രാങ്കിഷ് എംപയർ. സോ നമ്മുടെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ റോമാണ്. സോ വെസ്റ്റേൺ റോമൻ എംപയറിന് നേരെ ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ആ ഒരു സമയത്ത്. സോ അതിലെ ഏറ്റവും പ്രശസ്തരായ നാടോടികൾ, ട്രൈബ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രാങ്കാണ്. സോ ഫ്രാങ്കുകൾ അവിടെ ഒരു എംപയർ ഉണ്ടാക്കി, അതാണ് ഫ്രാങ്കിഷ് എംപയർ. ഓക്കെ, ദ ഫേമസ് emperor of the Frankish Empire was Charlemagne of the Carolingian dynasty. ഇനി ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിഞ്ചൻ വംശജനായ ഷാലാമീൻ ആയിരുന്നു. The empire of Charlemagne was larger than the Eastern Roman Empire. സോ ഷാലാമീൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതിയിൽ വലുതായിരുന്നു. സോ അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, അത് വളരെ വലുത് തന്നെയായിരുന്നു അല്ലേ. നൗ ഇനി നമുക്ക് ഷാലാമീൻ ചെയ്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Charlemagne saved the Pope Leo III, the spiritual head of the Catholic Church, from the tribal attack of the Lombards. നമുക്കറിയാം വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പല ടെറിട്ടറീസും ഈ ട്രൈബൽ ഗ്രൂപ്പാണ് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ. സോ ഷാലാമീൻ കത്തോലിക്ക മതമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡ് എന്ന ആക്രമണ സംഘങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി. ഓക്കെ, സോ അതിൻ്റെ പ്രത്യോപകാരമായിട്ട് ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദ പോപ്പ് ക്രൗൺഡ് ഹിം ആസ് ദ ഹോളി റോമൻ എംപറർ. സോ നമ്മുടെ പോപ്പ് ലിയോ തേർഡിനെ ഷാലാമീൻ രക്ഷിച്ചതുകൊണ്ട് അതിൻ്റെ പ്രത്യോപകാരമായിട്ട് ഷാലാമീനെ വിശുദ്ധ റോമ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. സോ എന്താണ് നമ്മുടെ വെസ്റ്റേൺ റോമൻ എംപയർ ഇനി മുതൽ എന്തായി മാറി? ഹോളി റോമൻ എംപയറായി മാറി. Hence his empire came to be known as the Holy Roman Empire. Okay, so ഇതാണ് നമ്മുടെ ഷാലാമീൻ്റെ പിക്ചർ. ഹി വാസ് എ ഗ്രേറ്റ് കോൺക്കറർ. സോ അദ്ദേഹത്തെ പറ്റി നമുക്കിനി ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം. അദ്ദേഹം പോപ്പ് ലിയോ തേർഡിനെ രക്ഷപ്പെടുത്തി. അതോടെ അദ്ദേഹത്തെ വിശുദ്ധ റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് റോമൻ പോപ്പ് കിരീടധാരണം നടത്തി. ഇനി Charlemagne was a great conqueror as well as an efficient administrator. ഷാലാമീൻ സമർത്ഥനായ ഒരു യുദ്ധവീരനും കഴിവുറ്റ ഭരണകർത്താവുമായിരുന്നു. He brought almost all of his western European region under his sway. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വളരെ വലുതായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയനെ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. സോ എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കാം. He expanded his empire through political alliances and matrimonial relations. Okay, സോ രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയാണ് അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നടപ്പിലാക്കിയ കാര്യങ്ങളെ വെച്ചൊന്ന് നമുക്ക് നോക്കാം. He introduced centralized administration at his empire. സോ കേന്ദ്രീകൃതമായ ഒരു ഭരണമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കൊണ്ടുവന്നത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ദ ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്സ്. പ്രാദേശിക ഭരണങ്ങൾ കൗണ്ടുകൾ എന്ന് അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാനായി മിസി ഡൊമിനിസി എന്ന ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. ടു കീപ്പ് ആൻ ഇഫക്റ്റീവ് check upon the activities of the counts, he created a secret department named Missi Dominici.
സോ അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം കൊണ്ടുവന്നു, പ്രാദേശിക ഭരണങ്ങൾ കൗൺസ് എന്ന് പറഞ്ഞ ഓഫീസേഴ്സിന് നൽകി, എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മിസി ഡൊമിനിസി എന്ന ഒരു രഹസ്യ വിഭാഗത്തെ തന്നെ നിയമിച്ചു. Then relief funds were created for helping the poor. സാധുജനങ്ങൾക്ക് ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. A network of educational institute was established under the leadership of Shalami. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം തുടങ്ങി. The resultant intellectual awakening was known as the Carolingian Renaissance. സോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് മൂലം ആ രാജ്യത്ത് ഒരു നവോത്ഥാനം ഉണ്ടായി. ആ നവോത്ഥാനത്തിൻ്റെ പേരാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഹോളി റോമൻ എംപയർ വളരെ സമൃദ്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലാമീൻ്റെ മരണത്തിന് ശേഷം ദ ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡഡ് ആൻഡ് ഗ്രാജുവലി കൊലാപ്സ്ഡ്. ഫ്രാങ്കിഷ് എംപററായിരുന്നു ഷാലാമീൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ ഫ്രാങ്കിഷ് എംപയർ എന്താണ്, പിന്നെയും ഡിവൈഡായി. ആസ് എ റിസൾട്ട് എന്താണ്, ഗ്രാജുവലി കാലക്രമേണ ഈ ഫ്രാങ്കിഷ് എംപയർ ശിഥിലമാവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഹോളി റോമൻ എംപയറും തകർച്ച നേരിട്ടു. സോ ഇതാണ് നമ്മുടെ റോമൻ സാമ്രാജ്യം. റോമൻ എംപയർ രണ്ട് സാമ്രാജ്യമായിട്ട് ഡിവൈഡ് ചെയ്തു, ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും. സോ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയും കണ്ടു, അതുപോലെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയും കണ്ടു. അപ്പോൾ രണ്ട് രാജ്യത്തും ഭരിച്ചിരുന്ന പ്രസിദ്ധരായ രാജാക്കന്മാരെയും നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കണ്ടു അല്ലേ. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂട്ടുകാർ ഇതുവരേക്കും ആയിട്ട് നമ്മുടെ ചാനലായ ലിസ്മി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യണം. സോ ഈ വീഡിയോ ക്ലാസ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.